Pazhashiraja Senior Secondary School since 2015. Play class to +1. Affiliated to CBSE. Equal importance to scholastic and co-scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value-based education. Eco-friendly campus with a beautiful butterfly garden. Play classes KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. Pazhashiraja Senior Secondary School, Kuttambulli, Thiruvillamala. ഞങ്ങളത് വളരെ ഭംഗിയായി പരിഹരിക്കും. ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഉണ്ടതിന്, പാർട്ടി നേതൃത്വം അതിനകത്ത് ഇടപെട്ട് ഭംഗിയായി കാര്യങ്ങൾ പരിഹരിക്കും. തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന കിള്ളിമംഗലം സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരനായ KSU നേതാവിനെ തിരിച്ചെടുക്കാത്ത സംഭവത്തിൽ പുറത്തുവന്ന വാർത്തകളോട് പ്രതികരണവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രംഗത്ത്. KSU നേതാവായ ഗണേഷ് ആറ്റൂരിനെ പാർട്ടി കൈവിട്ടിട്ടില്ല എന്നും പുറത്തുവന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പാർട്ടി എന്ത് വില കൊടുത്തും ഗണേഷ് ആറ്റൂരിനെ സംരക്ഷിക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അംഗവുമായ NS വർഗീസ് പറഞ്ഞു. ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഡെയിലി വേജസിന് കുട്ടി വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാള് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് ആരെയും വിമർശിക്കാനോ വേദനിപ്പിക്കാനോ ആരെയും ഒന്നിനുമല്ല കത്ത് കൊടുത്തത്. സ്വാഭാവികമായിട്ടൊരു കത്ത് കൊടുത്തു. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഈ ഗണേഷ് ആറ്റൂര് അവർ പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നു, ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു, ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഉത്തരവാദിത്വ സ്ഥാനത്ത് ഇരുന്നും കൊണ്ട് അയാളുടെ ചുമതല എന്നുള്ള നിലയ്ക്ക് കൊടുത്തതേ ഉള്ളൂ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ആർക്കും എതിരല്ല. അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ഗണേഷ് ആറ്റൂരിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ ഈ വാർത്തകൾ ഇതിന്റെ പുറകിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടി 100% പരിഗണിക്കും, പാർട്ടി 100% സംരക്ഷിക്കും. അത് ഈ വിഷയത്തില് ഞങ്ങൾ ഇവിടെയുള്ള ചേലക്കരയിലുള്ള കോൺഗ്രസ് കമ്മിറ്റി മാത്രമല്ല ഇടപെട്ടിട്ടുള്ളൂ. ഈ വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും MP-മാര് MLA-മാര് തുടങ്ങിയ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഈ കുട്ടികളിലൊക്കെ വീടുകളിൽ വന്ന് സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കുട്ടിക്ക് മനോവേദന ഉണ്ടാക്കുന്ന തരത്തിൽ, ഗണേഷ് ആറ്റൂരിന് മനോവേദന ഉണ്ടാക്കുന്ന തരത്തിൽ, ആ കുട്ടിയുടെ കുടുംബത്തിന് പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ ചാനലിൽ ഇതുപോലെയുള്ള വാർത്തകൾ സൃഷ്ടിച്ചു വിടുന്നത് ഭൂഷണമല്ല. അതിനെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ശക്തിയായി ഞങ്ങൾ അതിനെ എതിർക്കുന്നുണ്ട്. ഗണേഷ് ആറ്റൂർ എന്ന ആ പൊതുപ്രവർത്തകനെ KSUവിന്റെ ജില്ലാ ഭാരവാഹിയെ അവനെ എന്തെങ്കിലും ചീത്തപ്പെടുത്താമെന്ന് ആരെങ്കിലും മോഹിച്ചും കൊണ്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വില അവർക്ക് മറുപടി ലഭിക്കുമെന്ന് മാത്രമാണ് ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ ആ കുട്ടികളെ, ഗണേഷ് ആറ്റൂർ എന്ന കുട്ടീനെയും ആ 4 KSUവിന്റെ കുട്ടികളെ ഞങ്ങളുടെ ചങ്ക് പോലെ ഞങ്ങൾ സംരക്ഷിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഒരു കാലത്തും ഞങ്ങളുടെയൊക്കെ ജീവനുള്ളിടത്തോളം, ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ആ കുട്ടികളെ സംരക്ഷിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അത് കണ്ടിട്ട് എത്രയോ ആൾക്കാർ വിളിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. DCC KPCC വരെ എന്നെ വിളിച്ചു. KPCC വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് സംഭവം, ആരാണ് ഇത്, എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇതാണ് ഷാഫി പറമ്പില് MP-യുടെ PA, ഷാഫി പറമ്പിലിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഷാഫി പറമ്പിൽ MP-യുടെ PA വിളിച്ചു. എന്താണ് പറയൂ ചേട്ടാ സംഭവം, എന്താണ് അതിന്റെ വസ്തുത എന്ന് പറഞ്ഞാൽ ഉടനെ അത് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് വിവരം തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സത്യവിരുദ്ധമാണ്. ഒരു കാരണവശാലും അത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന KSUവിന്റെ അല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ്, എന്റെ അടുത്തിരിക്കുന്ന അഖിലാഷ് കൊടുത്ത ഒരു കത്തിനെ ആസ്പദപ്പെടുത്തി, അഖിലാഷ് കൊടുത്ത കത്ത് ഒരിക്കലും ആർക്കും എതിരായിട്ട് കൊടുത്തതല്ല. ഗണേഷിനെതിരായിട്ടോ അല്ലെങ്കിൽ ഗണേഷിന് എന്താ പറയുക സൊസൈറ്റിക്ക് എതിരായിട്ടോ കൊടുത്ത കത്തല്ല.
സൊസൈറ്റിക്കെതിരായിട്ട് സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യം, ആ സ്ഥാനത്തിരുന്നും കൊണ്ട് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ കത്തിന് അത്രയേ ഉള്ളൂ, അല്ല അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. ആ കത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സൊസൈറ്റി അതിനെ എതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവരാരും ഇതിന് ഒരു എതിരുമല്ല. അവരെല്ലാം 100% ഒരു സത്യസന്ധമായ കാര്യം. നമുക്കറിയാമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടികൾ ജയിലിൽ പോയത്. എന്തിനു വേണ്ടി ആ കുട്ടികൾ ജയിലിൽ പോയതെന്ന് വെച്ചാൽ 100% കള്ളക്കേസ് ഉണ്ടാക്കി 100% കള്ളക്കേസ് ഉണ്ടാക്കിയാണ് 10-20ഓളം ദിവസം ആ കുട്ടികളെ ജയിലിലടച്ചത്. അവരെയൊക്കെ ഞങ്ങൾ തന്നെയാണ് സംരക്ഷിച്ചത്. ആ കുട്ടികളെ 4 കുട്ടികളെയും സംരക്ഷിച്ചത് ഞങ്ങൾ തന്നെയാണ്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികള്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികള് ഒക്കെ ശക്തമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇടപെട്ടു. അത് ഇടപെടുകയും പൂർണ്ണമായി തുടക്കം മുതൽ ഒടുക്കം വരെ ഇനിയും നാളുകളിലും ഞങ്ങളുടേതായിട്ടുള്ള കുട്ടികൾക്ക്, KSUവിന്റെ കുട്ടികൾക്ക്, യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾക്ക് അനാവശ്യമായി ഞങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും തരത്തില് പിണറായിയുടെ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കേസിലോ കൊടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർക്കും. യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കും. അതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഗണേഷ് ആറ്റൂരിന്റെ പേരിൽ വന്നിട്ടുള്ള ഈ 24 അല്ല മറ്റു പല ചാനലുകളും കൊടുത്തിട്ടുണ്ടാവാം, വന്നിട്ടുള്ള ആ വാർത്ത 100% സത്യവിരുദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ്, അപലപനീയമാണ്. പാർട്ടി കൈവിട്ടു എന്ന് പറഞ്ഞതാണ് തെറ്റെന്ന് പറയുന്നു. ബാങ്ക് കൈവിട്ടോ? അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് തിരിച്ചെടുക്കണം എന്നിട്ട് കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പിരിച്ചിടാത്ത ആളെങ്കിൽ തിരിച്ചെടുക്കാൻ കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ മനസ്സിലാക്കിയത്, യൂത്ത് കോൺഗ്രസ് കൊടുത്ത കത്ത് 100% സദ്ുദ്ദേശത്തോട് കൂടിയിട്ട് ആ വാചകം, ആ തിരിച്ചെടുക്കണം എന്ന വാചകം എഴുതാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത്, കുറച്ച് ദിവസം നിങ്ങൾക്കൊക്കെ അറിയാം അവൻ ജയിലിലായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വിട്ടുനിന്നതുകൊണ്ടാണ് തിരിച്ചെടുക്കണം എന്നുള്ളൊരു പദം ഉപയോഗിച്ചത്. ബാങ്ക് ഒരിക്കലും കൈവിട്ടിട്ടില്ല, ആരും കൈവിട്ടിട്ടില്ല. മറ്റൊരു ഉദ്ദേശത്തിലല്ല അഖിലാഷ് പാഞ്ഞാൾ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജയിലിൽ ജാമ്യത്തിൽ ഇത്രയും ദിവസമായിട്ടും അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ്. തിരിച്ചെടുക്കാൻ വാക്കാൽ പറഞ്ഞാൽ തീരാവുന്ന ഒരു ചെറിയ പ്രശ്നമുള്ളൂ. നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വഴങ്ങിയിട്ടുണ്ടാവില്ല. വഴങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കത്ത് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എന്തൊരു തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ നല്ല രീതിയിൽ യൂത്ത് കോൺഗ്രസ് ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഇടപെട്ട കേസായിരുന്നെങ്കിൽ തിരിച്ചെടുക്കാൻ കത്തിന് മുന്നേ തിരിച്ചെടുക്കണമായിരുന്നു. അതുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കേസ്, ഈ ഒരു വാർത്ത 24 വരെയും കേട്ടാൽ പ്രതികരിക്കേണ്ട ഒരാളല്ലല്ലോ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അലോഷ്യസ് അടക്കം ഇതിനെതിരെയായിട്ട്, ഈ ബാങ്കിനെതിരെയായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതൊന്ന് വാർത്തയായിരിക്കുകയാണ്. ഏതെങ്കിലും വാർത്ത കണ്ടിട്ട് പ്രതികരിക്കേണ്ട ആളല്ലല്ലോ സംസ്ഥാന പാർട്ടി നേതൃത്വം ചോദിച്ച് നിങ്ങളെപ്പോലെ ആളുകൾ ചോദിച്ച് സത്യവിരുദ്ധമാണെങ്കിൽ അത് പ്രതികരിക്കാതിരിക്കണ്ടേ? അവരും പ്രതികരിച്ചു. അവർ ഈ സത്യം ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ബാങ്കിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബാങ്കിനെതിരെ തിരിഞ്ഞു എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. അല്ല, അതെ ഞാൻ പറയണത്, അത് ചില തെറ്റിദ്ധാരണയുടെ മുകളിൽ വന്നിട്ടുണ്ടാവാം. ബാങ്കിനെതിരെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചില തെറ്റിദ്ധാരണയാണ്. ബാങ്ക് ഒരിക്കലും അതിനെതിരല്ല. അത് ഞങ്ങള് ഇത് ഇങ്ങനൊരു വിഷയം ഇതേവരെ ഉണ്ടായിട്ടില്ല. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച്, ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം, അവൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് ദിവസം അവനൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. അല്ലാതെ ബാങ്ക് മനഃപൂർവ്വമോ ഇവരാരും അഖിലാഷ് കത്ത് കൊടുത്തത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത് നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതുന്ന വാചകത്തിൽ വന്നിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഗണേഷിനെ ഒഴിവാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു കൊടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായി പറഞ്ഞ കാര്യം മാത്രമാണ്. അതിനെയാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. ഇപ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. ആ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു തൊഴിലിന്റെ കാര്യത്തിന് ഇപ്പോഴാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഞാനോ നീയോ എന്നുള്ളൊരു ഇതിലേക്ക് പോകുന്നത്. അങ്ങനെയൊന്നും ഇത് പോകില്ല. ഞങ്ങളെ പാർട്ടി അതിനകത്ത് ശക്തമായിട്ട് ഇടപെടും. പാർട്ടി യഥാസമയം ഇടപെടും. അത് ഇടപെട്ട്
ഗണേഷ് ആറ്റൂരിനെ താൽക്കാലിക ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ടില്ല എന്നും ജയിലിൽ നിന്നും ഇറങ്ങിയ ഗണേഷിനെ വേഗത്തിൽ തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് കത്ത് നൽകിയത് എന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ നിയോജക കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഗണേഷ് ആറ്റൂരിനെ കിള്ളിമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ സമർപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ലെറ്ററുകളെല്ലാം നിയോജക കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് കൈമാറാറുണ്ട്. അപ്പോൾ ഈ വിഷയം ഗണേഷ് ജാമ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ 29-ാം തീയതിയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്, സെപ്റ്റംബർ. ആ സമയത്ത് നമുക്കറിയാം കിള്ളിമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ ഒരു വാഹനം പുതിയതായിട്ടുണ്ട്. ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ പോസ്റ്റിലായിരുന്നു ഗണേഷ് താൽക്കാലികമായിട്ട് ജോലി ചെയ്തിരുന്നത്. ആ പോസ്റ്റിലേക്ക് ഒരു വലിയ ഗ്യാപ്പ് വന്നപ്പോൾ, വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അവിടെ മറ്റൊരാളെ താൽക്കാലികമായി ഡ്രൈവർ പണി ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു, ഒരു ജീവനക്കാരനെ. അപ്പോൾ ആ ജീവനക്കാരനെ നിയോഗിച്ചാലും ഗണേഷിനെ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നിയോജക കമ്മിറ്റി ലെറ്റർ കൊടുത്തിട്ടുള്ളത്. അത് സതുദ്ദേശപരമായിട്ട് കിള്ളിമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുകൾക്ക് കൊടുത്തതാണ്. അത് നവമാധ്യമ ഗ്രൂപ്പിൽ ആ ലെറ്റർ പുറത്തു വന്നു. അതിനുശേഷം അത് ആരോ ചോർത്തി അത് വാർത്ത കൊടുക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കോൺഗ്രസിന്റെ എൻറ്റയർ ആയിട്ടുള്ള ചേലക്കരയിൽ നിയോജക കമ്മിറ്റി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഈ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് സംരക്ഷണമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിയോജക പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമയുടെ ഭാഗമായിട്ടാണ് ഒരു ലെറ്റർ സഹകരണ ബാങ്കിന് കൊടുത്തത്. ഒരിക്കൽ പോലും സഹകരണ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഗണേഷിനെ പിരിച്ചുവിട്ടതായിട്ടോ അല്ലെങ്കിൽ ഗണേഷിനെ തിരിച്ചെടുക്കില്ല എന്നോ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. ഗണേഷിനെ തിരിച്ചെടുക്കുന്ന നടപടി അല്ലെങ്കിൽ ഗണേഷിനെ ആ ബാങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നടപടി വളരെ വേഗത്തിലാക്കണം എന്ന ഉദ്ദേശത്തോട് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് നിയോജക കമ്മിറ്റി അത്തരത്തിലൊരു ലെറ്റർ വെച്ചത്. അല്ലാതെ യാതൊരു വിധത്തിലും പാർട്ടിയെ തൃശങ്കൂലാക്കാനോ ബാങ്കിനെ തൃശങ്കൂലാക്കാനോ ഒരിക്കലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുള്ള നിലപാടല്ല. പാർട്ടി നേതൃത്വം നമുക്കറിയാം, ഗണേഷിന്റെ കള്ളക്കേസിൽ SFIയുടെ കള്ളക്കേസിൽ അകത്തു പോയത് തൊട്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും KSU നേതൃത്വം എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടത്തിൽ വന്നത്. ആ പോരാട്ടത്തിന് അവസാനം എത്തുന്നത് വരെ ഈ ഗണേഷ് ആയാലും അല്ലമീൻ ആയാലും അസ്ലം ആയാലും ജിജേഷ് ആയാലും ഈ ചെറുപ്പക്കാരെ എല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനുമാണ്. ആ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു ലെറ്റർ കൊടുത്തത്. ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ അവരെ തഴയുന്ന തരത്തിലുള്ള യാതൊരു സമീപനവും ഉണ്ടായിട്ടില്ല. ഇത് ഈ നടപടി വേഗമാക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ലെറ്റർ കൊടുത്തത്. കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. ചേലക്കര സെൻട്രൽ സ്കൂൾ. കിൻഡർഗാർട്ടൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം, പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം, ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ചേലക്കര സെൻട്രൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.